നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുൾപ്പെടെ മയക്കുമരുന്നും ലഹരിവസ്തുക്കളും കൈമാറുന്ന സംഘത്തിലെ പ്രധാന പ്രതി നെയ്യാറ്റിൻകര പോലീസിന്റെ പിടിയിലായി. നെയ്യാറ്റിൻകര ആറാലുമുടു സ്വദേശിയായ ഷാൻ മാധവൻ എന്ന ബോസാണ് പിടിയിലായത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ലഹരി മരുന്ന് വിൽപ്പന. നെയ്യാറ്റിൻകരയിലും തമിഴ്നാട്ടിലുമായി പന്നി ഫാം നടത്തിവരുന്ന ഇയാൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന വിദ്യാർത്ഥിനികളുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിയ ശേഷം വിശ്വാസ്യത നേടിയെടുത്താണ് ലഹരിക്കടിമകളാക്കുന്നത്. പിന്നെ സാമ്പത്തിക സഹായങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കൂടുതൽ ആകർഷണത്തിലാക്കും. അതിനുശേഷമാണ് ഇവരെ ഉപയോഗിച്ച് കഞ്ചാവും ലഹരി ഗുളികകൾ ഉൾപ്പെടെയുള്ളവ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത്. പെൺകുട്ടികളെ ഉൾപ്പെടെ ലഹരിക്ക് അടിമകളാക്കിയ ശേഷം കാരിയേഴ്സാക്കിയും ലഹരി കച്ചവടം നടത്തുന്ന കൊടും ക്രിമിനലാണ് പ്രതി. വിദ്യാർത്ഥിനികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നതും പതിവാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിലേക്ക് ഒരു ശൃംഖല തന്നെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഇയാൾ ഒരുക്കിയിട്ടുണ്ട്. റൂറൽ എസ് പി കിരൺ നായർ IPS ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയിലേക്ക് എത്തിയത്. സ്കൂൾ കുട്ടികളെ സ്കൂളുകളിൽ മയക്കുമരുന്ന് കച്ചവടത്തിനും വിതരണത്തിനും റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന കണ്ണിനെയാണ് ഞങ്ങളിപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ. ഇതിൽ ഇയാളുടെ മോഡസ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്രൊഫൈലിംഗ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലും അതർ സോഷ്യൽ മീഡിയാസിലും ഓൺലൈനായിട്ട് എല്ലാ പിള്ളേരുടെ പ്രൊഫൈലെല്ലാം സ്കാൻ ചെയ്ത് അതിൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത്, അതെല്ലാം മനസ്സിലാക്കി ഇവരെ ടാർഗറ്റ് ചെയ്യാനും പ്രായം നോക്കുകയാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഈ ഏരിയയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും അവരുടെ ഫാമിലീനെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്കിലേക്ക് അയാൾ അവരെ ഏർപ്പെടുത്തുന്നത്. അതും കഴിഞ്ഞ് ഇവരോട് ഈ സ്കൂളുകളിൽ ഈ ഡയസിപ്പാം പോലെയുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, ഗാഞ്ച ഇതെല്ലാം സപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂൾ കുട്ടികൾ ആരോടൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത്, ഇത് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായിട്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഉണ്ട്. ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ സ്കൂൾ ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ്, അതാത് ഏരിയയുടെ SHO ആൻഡ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, ആസ് വെൽ ആസ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ, ഓൾ ദീസ് ആർ പാർട്ട് ഓഫ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആൻഡ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനായിട്ടുള്ള ഇൻ്റലിജൻസ് SHOയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതും അത് മുഖാന്തരം നമുക്ക് ഈ ഡ്രഗ്സിൻ്റെ അഗെയിൻസ്റ്റുള്ള ഈ ആക്ഷനെ ശക്തിയാക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഐഡൻറ്റിഫൈ ഈ ഒരു മോഡസ് സപ്ലൈ ചെയ്ത് പിള്ളേരെ യൂസ് ചെയ്തിട്ട് പിള്ളേരുടെ ഇടയിൽ ഡ്രഗ്സ് വിതരണം ചെയ്യാനുള്ള ഈ ക്രൈം വി ക്യാൻ കംപ്ലീറ്റ്ലി പുട്ട് എ സ്റ്റോപ്പ് ടു ഇറ്റ്. അതിന് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ സെക്ഷൻസിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി അടിപിടി, അബ്കാരി കേസുകളുടെ പ്രതി കൂടിയാണ് ഷാൻ മാധവൻ. ഇയാൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന സംഘങ്ങളെക്കുറിച്ചും കൂടുതൽ കൂട്ടാളികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നെയ്യാറ്റിൻകര DYSP ഷാജിയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര CI പ്രവീണും സംഘവുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്.